മഴ തോരും മുമ്പേലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന സാറ് നിർത്തുമ്പോൾ എന്നെയാണ് വിളിച്ചതെന്ന് ചോദിക്കും. അതെ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫ്രഷ് ലൈം എന്ന് പറയും. അപ്പോൾ ഓ ശരി താങ്ക്സ് എന്ന് പറയും. എന്നിട്ട് അപ്പോൾ വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ പറയും അവിടെ ഒരാളും കൂടി ഉണ്ട് എൻ്റെ കൂടെ എന്ന് പറയും. കണ്ടു അവിടെ ഈ പ്രയർ മുറിയിൽ ഇരിക്കുന്നുണ്ട്, ബ്രിജിത്ത മാമിയുടെ കൂടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒരു ഓർഫനേജ് ആണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ഇത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അലീനോട്. അപ്പോൾ ആ സമയത്ത് മുത്തച്ഛൻ പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് മുത്തച്ഛൻ കുറച്ച് പണം എടുത്ത് കൊടുക്കുമ്പോൾ പണമല്ല എനിക്ക് ആവശ്യം, ഞാൻ പറഞ്ഞില്ലേ അവൾ പാവമാണ്, ഓരോരോ അനാഥാലയത്തേക്ക് ഇവിടുന്ന് ആൾക്കാരെ പറഞ്ഞയക്കിന്, അവളെയും പറഞ്ഞയക്കണം, അവൾക്കൊരു ജീവിതം വേണ്ടേ, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഇന്നോ നാളെയെന്ന് പറഞ്ഞ് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ പണം പിടിക്കി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് വരാം, ഞാൻ വേണ്ടത് ചെയ്യാം, ഞാൻ ഉപേക്ഷിക്കില്ല, എൻ്റെ ഭാര്യ വീണ് നട്ടെല്ല് പൊട്ടിയിട്ട് കിടക്കണ്, മോൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, പക്ഷെ നോക്കണ കാര്യമൊക്കെ കണക്ക് തന്നെ, ഇവളെ ഞാൻ കൊണ്ടുപോകാം, അവൾ നോക്കട്ടെ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഒരു കല്യാണം കഴിപ്പിച്ചൊക്കെ വിടാം, അതല്ലെങ്കിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കാം, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു കാര്യം ആരും അറിയരുത്, അവളും അറിയരുത് ആരുടെ മോളാണെന്ന്, കുടുംബം തകർന്നു പോകും അതാണ് എന്നൊക്കെ പറയും. അങ്ങനെ മുത്തച്ഛന് വാക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്രിജിത്താമ്മ. പിന്നീട് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്ന അലീനനെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേന് മുത്തച്ഛൻ അങ്ങോട്ട് വരും. മുത്തച്ഛൻ അലീനയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും പറയുന്നു പോയിട്ട് വരാട്ടോ എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വെള്ളം കുടിച്ച ഗ്ലാസ്സൊക്കെ അലീനയുടെ കയ്യിൽ കൊടുത്ത് മനു പോകണം. മനു അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അലീനനെ. അതിനുശേഷം മുത്തച്ഛന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് കൊടുക്കും. മുത്തച്ഛൻ പ്രാഞ്ചി കഴിഞ്ഞിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ കയറിയിരിക്കും. അപ്പോൾ അലീനയ്ക്കും മുത്തശ്ശി നമ്മുടെ ബ്രിജിത്താമ്മയ്ക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് മനു. ബ്രിജിത്താമ്മ ടാറ്റ കൊടുക്കും, അലീന അങ്ങനെ വെറുതെ നോക്കി നിൽക്കുള്ളൂ. പക്ഷെ അലീനയ്ക്ക് എന്തൊക്കെയോ ഒന്ന് മനസ്സിലിങ്ങനെ എന്തോ ഒരു വിഷമമൊക്കെ പോലെ, രണ്ടുപേരും കൂടെ അങ്ങനെ അവർ പോകുന്നത് നോക്കി ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് മുത്തച്ഛൻ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അലീന രോഗിനെ ശുശ്രൂഷിക്കുന്നതും വരുത്തിക്ക് വരുന്നതും അതുപോലെ തന്നെ കൈ വെച്ച് അനുഗ്രഹിക്കുന്നതും കാല് തൊട്ട് നിറവേക്കണം, അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്താ മുത്തച്ഛ ഇവിടെ ഒന്നല്ലേ, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അത് ഒന്നുമില്ലടാന്ന് പറയും. ആ സ്ത്രീ ആരാണ് മുത്തച്ഛ സത്യത്തിൽ എന്ന് പറയും. അവർക്ക് വല്ല പണം കൊടുത്തോന്ന് ചോദിക്കും. ആ പണം കൊടുത്തു. അപ്പോൾ മുത്തച്ഛൻ എന്നോട് ചോദിക്കുന്നില്ലേന്ന് പറയും. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ, പണം കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ഇനിയും ഉണ്ട് കടം എന്ന് പറയും. ഇനിയും കടമുണ്ടോ, നീ വേണം അത് വീട്ടാന്ന് പറയും. ആ ഞാൻ വീട്ടാം, അങ്ങനെ കൊടുത്താൽ തീരാത്ത അത്ര കടമുണ്ടോ ആ സ്ത്രീക്ക് മുത്തച്ഛനെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് എന്ന് പറയും. എടാ ആ പെൺകുട്ടിയെ നമുക്ക് ദത്തെടുത്താലോ എന്ന് ചോദിക്കും. ദത്തെടുക്കാനോ, നല്ല കാര്യമായി, ഇതും പറഞ്ഞ് മുത്തച്ഛനെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ കിളി പോയി എന്നവർ പറയുള്ളൂ. കാരണം നമ്മളുടെ വീട്ടുകളിലായിട്ട് ഇഷ്ടം പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട്. ആ സ്ത്രീക്ക് ഏറിയാൽ 1-2 മാസം ആയുസുള്ളൂ, കരൾ രോഗമാണ്. അതിനു മുന്നേ തന്നെ ഓരോരോ അനാഥാലയത്തിലേക്കും ഓരോ അന്തേവാസികളെ ആക്കി കൊടുക്കണ്. അപ്പം അതിനിടയ്ക്ക് ഈ കുട്ടി ഒരു അധികപ്പറ്റായി അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇവളും നല്ലൊരു നിലയിലേക്ക് മാറിയാലോ ആ സ്ത്രീക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിൻ്റെ മുത്തശ്ശി വീണ് നട്ടെല്ല് പൊട്ടി കിടക്കല്ലേ, ഹോം നേഴ്സ് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ കുട്ടി വരട്ടെ, ഈ കുട്ടി നല്ല രീതിയിലാണ് രോഗികളെ നോക്കണത് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടതോണെന്ന് പറഞ്ഞു. ആ അതൊരു നല്ല കാര്യമാണ്, അമ്മ മുത്തശ്ശിനെ നോക്കണമൊക്കെ കണക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ അതുകൊണ്ട് നീ വേണം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ ഇപ്പം തന്നെ മുത്തശ്ശന് ആ കുട്ടിയെ കൂട്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇപ്പം പറ്റില്ലടാ, അവരൊരു സമയം പറയും, അപ്പം നീ പോയി കൊണ്ടുവരണമെന്ന് പറയും. ശരി മുത്തശ്ശ എന്ന് പറയും. പിന്നീട് അലീന നമ്മുടെ ബ്രിജിത്ത മമ്മിയുടെ കാല് നീരുണ്ടല്ലോ മമ്മി എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു കൊടുക്കണ്. ആ ഇപ്പോൾ ഒരു സുഖമുണ്ട് മോളെ, അത് കുഴപ്പമില്ല മതി എന്ന് പറയും. ആരാണ് മമ്മി ഇന്ന് വന്നവരെന്ന് ചോദിക്കും. ആര് എന്ന് ചോദിക്കും. ഇന്ന് വന്ന ആൾക്കാർ എന്ന് പറയും. അതെന്തേന്ന് ചോദിക്കും. അത് അവരെൻ്റെ തലയിൽ തൊട്ടപ്പോൾ, ആ മുത്തശ്ശൻ എൻ്റെ തലയിൽ തൊട്ടപ്പോഴേ എനിക്കൊരു തരിപ്പ് വന്നെന്ന് പറയും. പറയാം, അതാരെന്ന് ഞാൻ പറയാം, നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയും. അങ്ങനെ അലീന മമ്മീനെ ശാരി ഇരുത്തും. എന്നിട്ട് പറയും ആ മുത്തശ്ശനാണ് നിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. അപ്പോൾ അലീന ആകെ ഞെട്ടണ്. ഗ്രാൻഡ് ഫാദറോ എന്ന് ചോദിക്കും. അതെ, നിൻ്റെ അമ്മേരെ അച്ഛൻ എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അലീനയെ ആ മുത്തശ്ശൻ്റെ മുഖം ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറണില്ല നോക്കണ്.
അനുഗ്രഹിച്ചതും കാൽ തൊട്ട് നിറവേച്ചലെന്നൊക്കെ പറയുമ്പോൾ വെറുതെ അല്ല മുത്തശ്ശി, എനിക്ക് ആ മുത്തശ്ശനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഉണ്ടായി ഇന്ന് വരെ എന്ന് പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ അനാഥയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കും. പറയും ഞാൻ അന്ന് പോയില്ലേ അതവരെ വീട്ടിലേക്കിന് കൈതക്കൽ മാളിയേക്കൽ വീടിന് അവിടെയാണ് നിൻ്റെ അമ്മ ഉള്ളത്, അവരുടെ ബന്ധുക്കളും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, അവിടെ പോയാൽ നിനക്കൊരു പക്ഷെ നല്ല സ്വീകരണം ഒന്നും ആയിരിക്കില്ല. നീ അവിടുത്തെ ദാസിയായിട്ടാണ് പോണത് ആ മുത്തശ്ശൻ്റെ ഭാര്യനെ നോക്കാൻ. നീ എനിക്ക് സത്യം ചെയ്യണം, നിൻ്റെ അമ്മയുടെ ജീവിതം തകർക്കരുത്. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പം മരി മരിക്കാൻ അർഹതയുള്ളൊരു സ്ത്രീനെ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നീ എന്നയോ മരിച്ചു പോയൊരു മോളാണ് അവർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നീ ആരെന്നുള്ള സത്യം ഒരിക്കലും നീ ആയിട്ട് അവരോട് വെളിപ്പെടുത്തരുത്. അവരുടെ ജീവിതം നീ നശിപ്പിക്കരുത്. പിന്നെ ഒരു ചില്ലുകൂടിൻ്റെ ഉള്ളിലൂടെ നിനക്ക് അവരെ കാണാം, നിൻ്റെ അമ്മയെ, നിൻ്റെ സഹോദരങ്ങളെ, നിൻ്റെ ബന്ധുക്കളെ, അവർ വരുന്നതും പോകുന്നതും, നിൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതും വരുന്നതും, നിൻ്റെ സഹോദരങ്ങൾ കോളേജിൽ പോയി പോകുന്നതും വരുന്നതും ഒക്കെ നിനക്ക് അവിടെ നിന്ന് കാണാം. പക്ഷെ ആർക്കും നീ ആരെന്ന് അറിയില്ല. നീ അത് പറയാനും പാടില്ല, മനസ്സിലായോ? ഇത് മമ്മിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞ് അവരുടെ കുടുംബം തകർന്നു പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എൻ്റെ മോള് അത് സഹിക്കണം, നിനക്കെല്ലാം സഹിക്കാനുള്ള മനഃശക്തി ദൈവം തന്നിട്ടില്ലേ എന്ന് പറയും. നീ തൽക്കാലം നിൻ്റെ അമ്മനെ കാണുന്നു പറയും. മതി മമ്മി, എനിക്കത് മതി, എൻ്റെ അമ്മയെ ഒന്ന് തൊടാലോ, എൻ്റെ അമ്മയെ കാണാലോ, അത് മതി എന്ന് പറഞ്ഞ് വൃജിത്താമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ അലീന. അതിനുശേഷം വീണ്ടും രേവതിക്കുട്ടിനെ കാണിക്കുന്നത് കുഞ്ഞിനെ ഉറക്കിയിട്ട് കൊണ്ട് കെടുത്താണ്. ആ സമയത്ത് അലീന ഇങ്ങനെ ജീവച്ഛവം പോലെ ഇങ്ങനെ ഇരിക്കിന്. കുഞ്ഞിനെ ഉറക്കി പാട്ടൊക്കെ പാടി പോതിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയും, എന്താ ചേച്ചി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? ഒരു കണക്കിന് നോക്കിയാൽ ചേച്ചിക്ക് ഭാഗ്യമുണ്ട്, ചേച്ചിയുടെ അമ്മനെ നേരിട്ട് കാണാമല്ലോ എന്ന് പറയും. മൃജിത മാമി പറഞ്ഞ പോലെ ഒരു നിലയ്ക്ക് നോക്കിയാൽ ചേച്ചിക്ക് അവരുടെ വീട് തകർക്കാനുള്ളൊരു കഴിവുണ്ട്. ആ വീടിൻ്റെ താക്കോല് ചേച്ചി കയ്യിലാണ്. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. ഒരു ബോംബല്ലേ ചേച്ചി നമ്മുടെ കയ്യിലുള്ളത്, പൊട്ടിക്കാം എന്നുള്ളൊരു മനസ്സമാധാനത്തോടെങ്കിലും ചേച്ചിക്ക് ജീവിക്കാമല്ലോ. ഒരു പക്ഷേ ചേച്ചിക്ക് അവിടെ നല്ല സ്വീകരണമൊന്നും ആയിരിക്കില്ല എന്ന് പറയും. എന്തായാലും ചേച്ചിക്ക് അവരെ കാണാമല്ലോ, അത് അങ്ങനെ ആശ്വസിക്കുമെന്ന് പറയും. എനിക്കും ഉണ്ടാവും ഇതുപോലെ ഒരു അമ്മ, അങ്ങനത്തെ ഒരു അമ്മയല്ലേ എന്നെ ഉപേക്ഷിച്ചത്, ഈ പൊന്നുമോൾക്കും ഉണ്ടാവും ഇതേപോലെ ഒരു അമ്മ. അതുകൊണ്ടാണല്ലോ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അനാഥയായിട്ട് ഇവിടെ കഴിയുന്നത്. അപ്പം അലീന പറയും, അനാഥരായി നമ്മൾ കഴിഞ്ഞു, അതുകൊണ്ടൊന്നും എനിക്കൊരു വിഷമവും ഇല്ലായിരുന്നു ഇത്രയും നാളും, നമ്മൾ അങ്ങനെയാണ് ജീവിച്ചത്. പക്ഷേ ഇനി താമസിക്കാൻ പോണത് സ്വന്തക്കാരുടെ അടുത്ത് ഒന്നും അറിയാണ്ട് പറയാണ്ട്, അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ, ചിന്തിക്കണം ചേച്ചി, ചേച്ചിക്ക് എല്ലാത്തിനും ഒരു ശക്തി ദൈവം തരും, അതിനുള്ള മനക്കെട്ട് ചേച്ചിക്ക് ഉണ്ട്, ചേച്ചി അത് ആലോചിച്ച് സമാധാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ അലീന ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.